SMS ഒന്ന് കാണിച്ചേ. വെൽക്കം ടു ചൈന. നമ്മൾ ചൈനയെ കയറിയെന്നാണ് പറയുന്നത്. നമ്മളിപ്പം ഉള്ളത് നമുക്ക്, അതായത് ഒരു ഇന്ത്യൻ സിവിലിയന് വരാൻ പറ്റുന്ന അങ്ങേയറ്റം. അരുണാചലിലും ഒരുപാട് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. ഇവരുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ഈ ഓപ്പിയന്ന് ഉള്ള വരുമാനമാണ് ഇവരുടെ എല്ലാം വരുമാനം. ഇപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് ജനുവരി 30 അല്ലേ? ഇന്ന് ജനുവരി 30. അയ്യോ, നമ്മള് യാത്ര തുടങ്ങിയിട്ട് 130 ദിവസം. 130 കഴിഞ്ഞു. 130 ദിവസം കഴിഞ്ഞു. 130 ജനുവരി ഡിസംബർ 31 100 ദിവസമായിരുന്നു. അപ്പം 130 ദിവസം കഴിഞ്ഞു. അപ്പം ഇന്നത്തെ ഒരു സുപ്രഭാതം നിങ്ങളെ കാണിക്കുകയാണ്. നമ്മുടെ ലോഹിത് നദിയുടെ താഴ്വാരത്തിൽ ഇന്നലെ ഞങ്ങളിട്ട ക്യാമ്പ് ഫയർ, ബോൺ ഫയർ ഇവിടെ ആയിരുന്നു. ഇന്നലത്തെ അംഗത്തിൻ്റെ ബാക്കി പടക്കളത്തിൻ്റെ അവശിഷ്ടങ്ങളാണിത്. പാത്രം കഴുകാൻ രാവിലെ പോവുകയാണ്. രാവിലെ ചായ കുടിച്ച് കാണിച്ചടാ, ചായ കുടിച്ച് സെറ്റാണ്. ചായസുണ്ട്. ഇവിടെ ഒരു കിടക്കാച്ചി തൂക്കുപാലോ അപ്പുറത്തെ ഒരു ചെറിയ ഗ്രാമവും ഉണ്ട് കേട്ടോ. 20 വീടുകളാണ് ആ ഗ്രാമത്തിലുള്ളത്. കാടുണ്ട്, ആൾക്കാരൊക്കെ വേട്ടയ്ക്കൊക്കെ പോകും. ഇന്നലെ രാത്രി 2 വെടിപൊട്ടുന്ന സൗണ്ടൊക്കെ കേട്ടായിരുന്നു. ഇന്നലെ രാത്രി 2-3 പേര് വന്നായിരുന്നു കേട്ടോ. അവിടെ ഗ്രാമത്തിൽ നിന്ന് ഇവിടെ വെട്ടം ലൈറ്റൊക്കെ കണ്ടിട്ട് എന്താണ് സംഭവിച്ചത്, ഇവിടെ അങ്ങനെ ആരും വരാറില്ല എന്ന് പറഞ്ഞ്. അവര് ആണുങ്ങളും പെണ്ണുങ്ങളും കൂടെ എന്തെങ്കിലും കുൽസിത ഒപ്പിക്കാൻ വന്നതാണോ എന്ന് അറിയാൻ വേണ്ടിട്ട് രാത്രിയിലെ തലയിൽ ടോർച്ചൊക്കെ പിടിപ്പിച്ചിട്ട് ഇറങ്ങി വന്നിരിക്കുന്നത്. 1.5 മണിക്കൂർ ഇവിടെ നിന്ന് സംസാരിച്ചു, ചുറ്റിപ്പറ്റി നിന്നാ. പക്ഷെ നമ്മുടെ ഫുഡ് ആയപ്പോഴത്തേക്കിന് രാത്രിയായി. കാരണം വെച്ചാൽ കുറച്ചേറെ ഉണ്ടായിരുന്നു ഇന്നലെ. അപ്പൊ അത് കാരണം അപ്പം അതാണ് രാവിലെ കാണത്തില്ല. രാവിലെ ഇവിടെ ഓരോരുത്തർ വലയും മീൻപിടുത്തവും പരിപാടികളും ഒക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നമ്മുടെ യാത്ര കിബിത്തുവിലേക്കുള്ള യാത്ര തുടങ്ങാനുള്ള ഒരു പരിപാടിയാണ്. രാവിലെ ചായ കുടിച്ചു, പാത്രം ഒന്ന് മിഴക്കിയിട്ട് പയ്യെ സെറ്റാവാനുള്ള പരിപാടി. നല്ല തണുപ്പുണ്ട്, വെള്ളത്തിന് ഭയങ്കര തണുപ്പുണ്ട് അല്ലേ? ഞാൻ വെള്ളം എടുക്കാൻ പോയിട്ട് കൈയൊക്കെ മരച്ചിരിക്കുക. ചായ പിടിച്ചപ്പോഴത്തേക്കിനും ഒന്ന് റെഡിയായത്. അവിടെ ഒരു ചങ്ങാതിയെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പുള്ളിയോട് സംസാരിച്ചായിരുന്നു. ഭയങ്കര തണുപ്പാ. ഇന്നും ഇന്നലെയൊക്കെ ഭയങ്കര തണുപ്പാണ്. പക്ഷെ തീരാനാവുകയാണെന്ന് ഇന്നലെ അവർ പറഞ്ഞു. തണുപ്പ് തീരാറായെന്ന് പറഞ്ഞു. ഇവിടെ ഇതിനകത്ത് എന്തുമാത്രം കാണാൻ പറ്റുമെന്ന് കാണാമെന്ന് തോന്നുന്നല്ലേ? അങ്ങ് കാണുന്നത് മഞ്ഞാണ്. ഇത് ചുറ്റുമുള്ള എല്ലാ മലകളുടെ മണ്ടയ്ക്കും ഉണ്ട് മഞ്ഞ്. അപ്പൊ അതൊക്കെയാണ് നമുക്ക് ഇന്ന് യാത്ര തുടരാം. നമ്മള് രാവിലെ ഐശ്വര്യമായിട്ട് നമ്മുടെ യാത്ര അങ്ങോട്ട് തുടങ്ങി. ഇച്ചിരി താമസിച്ചു, കാരണം വേറൊന്നുമല്ല, പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു. പിന്നെ ഇന്നലത്തെ ബാക്കിയൊക്കെ സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതെല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ നൈസായിട്ട് അങ്ങ് ഇറങ്ങി. അതെ, എത്രയും പെടുന്ന ടൗൺ പിടി നെറ്റ്വർക്ക് ഇല്ല ഇവിടെ, അതൊരു വലിയ പ്രശ്നമാണ്. പിന്നെ നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് മേളിലോട്ട് കയറി പോകണം. അതാണ് നമ്മുടെ വഴി. നേരെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പാടമുണ്ട്. നമ്മൾ പാടം നേരത്തെ കണ്ടിട്ടുണ്ട്. അത് കാരണം വീണ്ടും ഒന്നുകൂടെ പോകുന്നില്ല. നമ്മുടെ ഇന്ത്യയിലും നടക്കുന്നുണ്ട് കൃഷി. അറിഞ്ഞം നടക്കുന്നുണ്ട്. അതെ, അറിഞ്ഞം. അതായത് ഓപ്പിയം, കറുപ്പ് ഇഷ്ടംപോലെ പാടം തന്നെ ഉണ്ടെന്നാണ്. പക്ഷേ ഇപ്പൊ വിളവെടുക്കാറായിട്ടില്ല. സാധനം ചെറുത് പൊങ്ങി, അതിന്റെ മൊട്ട് ചെറുതായിട്ട് വന്നിട്ടേ ഉള്ളെന്നാ പറഞ്ഞത്. അപ്പൊ നമ്മൾ ഓൾറെഡി അത് വിശദമായിട്ട് കാണിച്ചതാണല്ലോ. നമ്മള് ഒരു ദിവസത്തെ ട്രെക്കിംഗ് ആയിരുന്നില്ല അതിന് വേണ്ടിയിട്ട്. അപ്പൊ അത് പക്ഷെ അതുകൊണ്ട് നമ്മള് ബർമയിൽ കൂടെ ഒരു ദിവസത്തെ നടപ്പ് നമ്മളാണ്. അതെ. എന്തായാലും അരുണാചലിലും ഒരുപാട് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. ഇവരുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ഈ ഓപ്പിയന്ന് ഉള്ള വരുമാനമാണ് ഇവരുടെ എല്ലാം വരുമാനം. ഓറഞ്ച് ഇരിക്കുന്നുണ്ട്. വെൽക്കം ടു കൂപ്പ. അതായത് നമുക്ക് ഈ വഴിയില് ഒരേ ഒരു ഫ്യൂൽ സ്റ്റേഷൻ ആണുള്ളത്. അത് മേളിലാണുള്ളത്. നമ്മൾ ഈ താഴത്തെ വഴി കൂടെ വന്ന് ഈ ക്ഷേത്രം കാണുന്നില്ലേ, ഇതൊഴി വന്ന് ഇവിടുന്ന് ലെഫ്റ്റ് മേളിലോട്ട് കയറി ഇനിയും നമ്മൾ ഈ വഴി തന്നെ തിരിച്ച് താഴോട്ട് ഇറങ്ങി പോകണം. ഇത് ചൈനയിലോട്ട് പോകുന്നതിന് ഇപ്പുറമുള്ള അവസാനത്തെ ഫ്യൂൽ സ്റ്റേഷനാണ്. അതിന് ശേഷം വേറെ ഇല്ല. അതെ. ഈ എന്താണ് ഇടത്ത് കൈയിൽ പിടിച്ച് ബ്ലോക്ക് ചെയ്യുന്നത്, വലത്ത് കൈ കൊണ്ട്? ഇത് നമ്മുടെ അതായത് നമ്മൾ ഇന്നലത്തെ ആടിന്റെ കരള് പ്രത്യേക രീതിയിൽ ഫ്രൈ ചെയ്തെടുത്തായിരുന്നു. അത് കഴിഞ്ഞു. അപ്പൊ ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തീർന്നു. എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇവരാരും കഴിച്ചിട്ടില്ല. എനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് അച്ചായൻ ഉണ്ടാക്കി തന്ന പിങ്ക് ആൻഡ് ലിവർ. ഇതാണ് ഇവിടുത്തെ പെട്രോൾ സ്റ്റേഷൻ. നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ അടുത്ത് മേളിലേക്ക് കയറി വരണം. പിന്നെ ഹവായ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പെട്രോൾ പമ്പും കൂടെ ഉണ്ട്. പക്ഷെ അത് നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് 8 കിലോമീറ്റർ മേളിലേക്ക് കയറിയിട്ട് ആ 8 കിലോമീറ്റർ താഴെ ഇറങ്ങണം. അത് നഷ്ടമായിരിക്കും. പിന്നെ പെട്രോൾ അടിക്കാൻ വേണ്ടി 16 കിലോമീറ്റർ നമ്മൾ വെറുതെ അടിച്ച്. അതുപോലെ തന്നെ പെട്രോൾ ഈ സ്റ്റേഷനിലും ആ സ്റ്റേഷനിലും ഒക്കെ പെട്രോൾ ഉണ്ടാവുമെന്ന് ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല. അല്ല, നമ്മുടെയൊക്കെ വണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ 5ഉം 4ഉം ഒക്കെ ഈ റോഡിലൊക്കെ 3-4 മൈലേജ് കിട്ടുന്നിടത്ത് 16 കിലോമീറ്റർ നമ്മൾ ഓടിച്ചു പോയി പെട്രോൾ അടിക്കാന്ന് പറയുമ്പോഴത്തേക്കിന് ആ അടിക്കുന്നത് നമുക്ക് നഷ്ടമാണ്. ഇത് കറക്റ്റ് ആണ്. ഇത് 2 കിലോമീറ്റർ ഇല്ലടാ, ഒരു കിലോമീറ്റർ
സംതിങ് ഒരു ഇച്ചിരേ ഉള്ളൂ, 2 കിലോമീറ്റർ താഴെ ഉള്ളൂ. അപ്പം ഇവിടുന്ന് അടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. തിരിച്ചു വരുമ്പോൾ ഇവിടുന്ന് അടിച്ചോണ്ട് അങ്ങ് പോവാണെന്ന് വരില്ല, സേഫ് ആയിരിക്കും. നമ്മള് ഹുയിലിംഗ് എത്തി. ഹുയിലിംഗ് അതായത് നമ്മള് ഫ്യൂവൽ അടിച്ചെന്ന് കുറച്ചുകൂടെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഹുയിലിംഗ് എത്തും. ഇവിടുത്തെ ജില്ലാ ആശുപത്രിയാണ്. ജില്ലാ ആശുപത്രി പേരറിയാത്ത ഏതോ ഒരു ഗ്രാമം. ശരി ചേട്ടായി, താങ്ക് യു ചേട്ടായി, താങ്ക് യു. റോഡിന്റെ പണി നടക്കുകയാണ്, റോഡിന്റെ വീതി കൂട്ടുന്ന പണി നടക്കുക. അപ്പൊ നമ്മളൊരു 10-15 മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്തു, പിന്നെ യാത്ര തുടരുകയാണ്. റോഡ് തകൃതിയായിട്ട് നല്ല രീതിയിൽ തന്നെ റോഡ് പണി നടക്കുന്നുണ്ട്. ഇനിയും വരുമ്പോഴത്തേക്കും നമുക്ക് നല്ല റോഡിൽ കൂടെ, വീതിയുള്ള റോഡിൽ കൂടെ ഈ വഴിക്ക് യാത്ര ചെയ്യാൻ പറ്റും. ചില ഭാഗങ്ങൾ ഇപ്പം നല്ല രീതിയിൽ പണി കഴിഞ്ഞിട്ടുമുണ്ട്. കാലം മാറുന്നതിനനുസരിച്ച് ടെക്നോളജിയും പണികളും ഒക്കെ മാറുക. ഇത് നമ്മുടെ തമരടി, പണ്ട് കാലത്ത് ആളുകൾ ഇരുന്ന് അടിച്ചുകൊണ്ടിരുന്ന പരിപാടിയാണ്. ഇപ്പം മിഷനില് തമരടിക്കുന്നു. മിഷനായി, കാലം മാറുന്നു. നമ്മുടെ ഓറഞ്ച് എന്തിയാ രാശേ? ഓറഞ്ച് കൊറേ ഞങ്ങൾ കഴിച്ചു. ഓ ഇത്രേ ആയുള്ളൂ, ഇനി ഇരിക്കുവാ കേട്ടോ. റോഡ് പണി നടക്കുന്ന കാര്യം നമ്മൾ എപ്പോഴും പറയുന്നുണ്ടല്ലോ. സംഗതി ഇപ്പൊ ഒരു 3/4 മണിക്കൂർ നമ്മൾ ബ്ലോക്കിൽ പെട്ട് കിടന്നു. പോലീസുകാരുമായിട്ടൊക്കെ സംസാരിച്ചു. 2 പീഡന കേസിലെ പ്രതികളെന്ന് സംശയിക്കുന്ന ആളുകൾ അല്ലേ, കുറ്റാരോപിതരായ 2 ആളുകളെ കൊണ്ട് അവർ കോടതിയിലേക്ക് പോവുകയാണ്. അപ്പം കംപ്ലൈന്റ് കൊടുത്ത ആളുടെ ജൂറിസ്ഡിക്ഷനിലേക്ക് കൊണ്ടുപോകാം. അപ്പം അങ്ങനെയൊക്കെയാണ് പരിപാടികൾ. ഞങ്ങൾ പോലീസുകാരുമായിട്ട് കുറെ അധികം സംസാരിച്ചു. അന്നപ്പോൾ ഇവിടുത്തെ ഓപ്പിയം പ്ലാന്റേഷന്റെ കാര്യമൊക്കെ സംസാരിച്ചു. ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത്. അതായത് ഇവരുടെ ഗ്രാമത്തില് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇവിടുന്ന് പുറത്തേക്ക് ഇത് കൊണ്ടുപോകുന്ന സമയത്ത് പിടിക്കും. അതാണ് ഇവർ ഓരോ ട്രൈബിന്റെ അവരെന്തൊരു വൈകാരികതയും കാര്യങ്ങളൊക്കെയാണ് അവർ പറഞ്ഞത്. സംസ്കാരത്തിന്റെ ഭാഗമാണ് എന്നൊക്കെയാണ്. അപ്പൊ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതല്ല, ഇവരുടെ കൂട്ടത്തിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരു ഗ്രാമത്തിൽ നിന്നുള്ളവരൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടുന്ന് പോകുമ്പോഴത്തേക്കും അവർ പറയുന്നത് പിന്നെ അവരെ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നതും ശരിയല്ല. കാരണം അവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിക്കോട്ടെ, ഇവിടുന്ന് പുറത്തോട്ട് പോകുന്നത് ഞങ്ങൾ പിടിക്കും എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇവിടെ കിട്ടുന്ന ഈ പോച്ചിങ്ങിന്റെ കാര്യം, എല്ലാ സംഭവങ്ങളും, അതായത് കാട്ടുകോഴി തൊട്ട് മാൻ തൊട്ട് കരടി തൊട്ട് എല്ലാ ഇറച്ചികളും ഇവിടെ വിൽക്കാൻ കടകളിൽ വരെ വാങ്ങിക്കാൻ കിട്ടും. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ പോയിട്ട് അവിടെ കടയിൽ ചോദിച്ചു നോക്ക്, സാധനം ഉണ്ടാവും. അതുപോലെ തന്നെ ലോക്കൽ മദ്യങ്ങള്, മാറ്റ് സാധനങ്ങൾ എന്ത് വേണം എല്ലാ ഐറ്റവും ലഭ്യമാണ്. പോലീസുകാർ ഇപ്പൊ വളരെ സ്നേഹത്തോടെ നമ്മളോട് പറഞ്ഞിട്ട് പോയത്. നമ്മള് റോഡ് പണിയുടെ കാര്യം പറഞ്ഞപ്പോഴാ കണ്ടോ, നമ്മുടെ പോലീസുകാരൊക്കെ AK-47 റൈഫിളൊക്കെ ആയിട്ട് വന്നിട്ട് നമ്മുടെ വട്ടം വിട്ടതല്ല, മേളിൽ റോഡ് പണി നടക്കുന്ന കാരണം എല്ലാവരുടെയും വഴി തടഞ്ഞതാണ്. ഇത് കണ്ടോ, മേളിലിരുന്ന് കട്ട് ചെയ്യുന്നുണ്ടോ? കണ്ടോ, അരുണാചലിലെ പോലീസിന്റെ ഒരു സെറ്റപ്പ് കണ്ടോ. പട്ടാളക്കാരെ വെല്ലുന്ന സാധനങ്ങളാണ് ഇരിക്കുന്നത്. ഇവിടെ പറ്റത്തില്ല. ഇതൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി നല്ല റോഡാന്നൊക്കെ അവര് പറയുന്നുണ്ട്. പൊക്കയുടെ താഴെ പിടിച്ചാൽ കിട്ടാത്ത പോലെ പെട്ടെന്ന് പോകാൻ പറ്റത്തില്ല, ഈ ഒരു പോക്കേ പോകാൻ പറ്റത്തുള്ളൂ ഇത് വഴി. ഇതുണ്ടോ, ഇവിടുന്നൊക്കെ ചാടുന്നുണ്ടോ? മുക്കാൻ പറയുന്നുണ്ട് അവിടെ. കല്ലെന്തോ വീഴാൻ തുടങ്ങി. പണിയാ വഴി അവിടെ തിരിച്ചു വീഴുന്നു. രക്ഷപ്പെട്ടു കേട്ടോ, കഷ്ടിച്ച് കഴിച്ചില്ലായി കേട്ടോ. നമ്മളോട് കൈയാണ്, ഞാനത് അന്നേരം ആക്സിഡന്റ് കൊടുത്ത് കയറി പോരുന്നത്. അയ്യോ, ഷാങ്ബിന്ദി എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തി. അപ്പം താഴോട്ടുള്ള ആ പാലമൊക്കെ ഹവായിലേക്കുള്ള പാലമായി. ഇത് റേഷൻ കടയിലത്തെ തിരക്കാന്ന് തോന്നുന്നു. ഹവായി പോകണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഇങ്ങോട്ട് വരിക. ഹവായി പോയിട്ടില്ല. തിരിച്ചു വരുമ്പോ ഹവായിക്ക് പോയാലോ, വലിയ ദൂരം ഇല്ലല്ലോ ഹവായിലേക്ക്. അതുപോലെ തന്നെ നമ്മുടെ ടറൈൻ ഇപ്പം മാറി തുടങ്ങി. അപ്പുറത്ത് നമുക്ക് ഉണങ്ങിയ മലകൾ കാണാം, അതുപോലെ തന്നെ മലയിൽ പൈൻ മരങ്ങൾ നിൽക്കുന്നത് കാണാം. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് എന്താ പറയാ ഡ്രൈ ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഉടനെ തന്നെ നമ്മളിനിയും ഒരു ടറൈൻ മാറി ഒരു എന്താ പറയാ തണുത്ത പ്രദേശത്തിലേക്ക് പോകുന്ന ആ ഒരു ലെവലിലേക്ക് എത്തും. നമുക്ക് ദൂരെ മലകളിൽ ഒരുപാട് പൈൻ മരങ്ങളും അതുപോലെ തന്നെ മഞ്ഞ് വീണൊക്കെ ഇരിക്കുന്ന കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ഇനിയിപ്പം വലോങ്ങിലേക്ക് 30 കിലോമീറ്ററും കൂടെ ആണുള്ളത്. 1 മണിക്കൂറിൽ നമ്മൾ വലോങ് എത്തുമെന്ന് വിചാരിക്കുന്നു. ഈ യാത്രയിൽ നമ്മൾ ഏറ്റവും മിസ് ചെയ്ത സംഗതികളാണ് ഇതുപോലത്തെ പാലങ്ങൾ, പഴയ വേലി പാലങ്ങൾ. കഴിഞ്ഞ യാത്രയിൽ കിബിത്തുവിലേക്ക് വന്നപ്പോൾ ഇതുപോലത്തെ ഒരുപാട് പാലങ്ങൾ, അതുപോലെ തൂക്കുപാലങ്ങളൊക്കെ കിട്ടിയായിരുന്നു. നമുക്ക് പുതിയ ഒരുപാട് പാലങ്ങൾ വന്നത് കാരണം അത് ഇവിടുത്തെ ഇങ്ങോട്ടുള്ള യാത്രയെ സുഗമമാക്കുന്നു. എന്നാലും ആംബിയൻസ് ഇതല്ലേ ചായ, നാളത്തെ പുതിയത് ഇവിടെ വരും. ഇത് ഇനി എത്ര നാൾ ഉണ്ടാവും അറിയില്ല. അതാണ് പുതിയ പാലം ഇവിടെ മണ്ണുണ്ട്. അപ്പം ഇത് കഴിയുമ്പോൾ ഇതിന്റെയും ആ ഒരു ഇതേ കൂടെ വരുമ്പോൾ കിട്ടുന്ന ഒരു മനസ്സും. അതെ മിഥുനല്ലേടാ
ടൈറ്റ് സാധനം അല്ലേ? ഇഷ്ടപ്പെട്ടോ? അവന്റെ ഒരു തുടങ്ങി കിട്ടിയാണ്ടല്ലോ ഒന്നോ രണ്ട് കിട്ടിയാൽ ഇതിന് അതിനുള്ള മുതലുണ്ട്. ആ കാര്യം ഒന്ന് പറഞ്ഞു കൊടുത്തച്ചായ, ഈ ഇവിടുത്തെ വിവാഹത്തിന്റെ കാര്യങ്ങളൊക്കെ. അല്ല, ഇവിടുത്തെ വിവാഹം ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം അവിടെ ഈ മട്ടൺ സെറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ നമ്മുടെ ആട് റെഡി ആയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കിന് 2-3 പേര് അവിടെ ഗ്രാമത്തിൽ നിന്ന് ഇറങ്ങി വന്നേ. അപ്പൊ നോക്കിയപ്പം 2 അമ്മമാർക്ക്, ഒരുത്തിന് 18 വയസ്സും ഒരുത്തിന് 19 വയസ്സും. ഈ 19 വയസ്സുള്ളവന് 2 പിള്ളേരുണ്ട്. മറ്റോനും ഒരു കൊച്ചുണ്ട്. അപ്പോൾ മറ്റൊരു ചെറു പ്രായമുണ്ട്, അവന് 6 പിള്ളേരെ പറ്റുണ്ട്. അപ്പോൾ ഞാൻ 19ാമത്തെ വയസ്സിലൊക്കെ പിള്ളേരെന്ന് പറഞ്ഞപ്പം അവൻ 17ാമത്തെ വയസ്സ് 16 കഴിഞ്ഞപ്പോൾ 17 വയസ്സ് കഴിഞ്ഞപ്പോൾ കല്യാണം കഴിച്ചാൽ. അപ്പോൾ ഞാൻ ചോദിച്ചത് എങ്ങനെ അതിൻ്റെ പരിപാടി ചോദിച്ചു. പറഞ്ഞു അത് നമുക്ക് ഒരു മിഥുനെ കൊടുക്കാൻ സെറ്റപ്പ് ഉണ്ടെങ്കിൽ ഒരു പെണ്ണ് കെട്ടാം. അപ്പം പുള്ളി പറഞ്ഞു ഞാൻ എൻ്റെ അമ്മായിപ്പന് ഒരു, അതായത് പെണ്ണിന് അങ്ങോട്ട് നമ്മൾ ഈ പെണ്ണിന്റെ അപ്പന് അങ്ങോട്ട് ഒരു മിഥുനെ കൊടുക്കണം. മിഥുനെ കൊടുക്കുമ്പോൾ പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കും. അതാണ് ഇവിടുത്തെ പരിപാടി. പക്ഷേ ഈ ഒരു മിഥുന ഒരു 2 കെട്ടാനുള്ള മിഥുനുണ്ട് അല്ലടാ? അതെ. നമ്മള് ഇന്നലെ തൊട്ട് മഞ്ഞുമല കാണുന്നുണ്ട്. ഇതുവരെ നമ്മൾ എത്തിയില്ല, പക്ഷെ നമ്മൾ കൂടുതൽ അടുത്തോണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമുക്ക് വളരെ അടുത്ത് നല്ല അടിപൊളിയായിട്ട് മഞ്ഞുമല കാണാം. താഴെ നല്ല കിടുക്കാച്ചി ആർമി ക്യാമ്പുണ്ട്, നല്ല വെടിയമ്പൊക്കെ സെറ്റപ്പ്, നല്ല അടിപൊളി ടാങ്കും ആർട്ടിലറീസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ ഡിഫൻസിന്റെ സംവിധാനം കാണിക്കാൻ അനുവാദമില്ല. അത് കാരണം കാണിക്കുന്നില്ല. അച്ചായ എങ്ങനെയുണ്ടോ? ഒന്ന് അച്ചായന്റെ വാക്കുകളിൽ പറഞ്ഞു കഴിഞ്ഞാൽ ടൈറ്റ് ആയിരിക്കും. ഇല്ല, അതല്ല നമ്മളെപ്പോഴും പറയുന്ന പോലെയല്ല. ചൈനീസ് സഹോദരങ്ങളോടും പാകിസ്ഥാൻ സഹോദരൻ, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള അയലോക്കത്തെ സഹോദരങ്ങളോട് ചൊറിയാൻ വരുന്നുണ്ടെങ്കിൽ വീട്ടിലെ അമ്മയോടൊക്കെ പറഞ്ഞേച്ച് വരുന്നതായിരിക്കും നല്ലത്. അമ്മാരി സെറ്റപ്പിൽ നമ്മൾ ടൈറ്റാക്കി വെച്ചേക്കുന്നത്. നമ്മളങ്ങനെ വലോങ്ങില് എത്തി. ഈ കാണുന്ന കണ്ടോ, ഇത് നമ്മുടെ നാഷണൽ ഹൈവേ ഒന്നുമല്ല, ഇത് നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ ഒരു എയർ സ്ട്രിപ്പാണ്, ഒരു എയർ ബേസ് ആണ്. നല്ല കിടുക്കാച്ചി സെറ്റപ്പ്. നമ്മുടെ ചൈനയിൽ നിന്ന് എത്ര ദൂരമുണ്ടോ? സഹോദരങ്ങൾ 40 കിലോമീറ്റർ ഇവിടുന്ന് അത്രേ ഉള്ളൂ. അന്നപ്പം ചൈനീസ് സഹോദരങ്ങൾക്ക് എന്തെങ്കിലും ഒരു കുത്സിതം പ്രവർത്തിക്കണമെന്ന് തോന്നുവാണെങ്കിൽ അവർക്കുള്ള ചെറിയൊരു മരുന്നിനുള്ള സാധനം തൊട്ടടുത്ത് തന്നെ നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വീട്ടിൽ പറഞ്ഞിട്ട് വരണം, ബന്ധുക്കളോടൊക്കെ ഒന്ന് പറഞ്ഞ് നാട്ടുകാരോടൊക്കെ വഴി പറഞ്ഞിട്ട് ചൊറിയാൻ വരാവൂ എന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. നമ്മൾ കുറച്ച് നേരത്തെ ആട്ടോ, അതിപ്പോൾ നമ്മൾ നേരെ ഇവിടുന്ന് വിട്ടു പോവുകയാണ്. എന്നിട്ട് ബോർഡറിൽ എവിടെയെങ്കിലും നിൽക്കാമെന്ന് തീരുമാനിച്ചു. എന്നിട്ട് നമുക്ക് നാളെ ഈ സ്ഥലങ്ങളിലേക്ക് വീണ്ടും വരാം. അപ്പം തൽക്കാലം നമുക്ക് ഇവിടുന്ന് വിടാം. ഇവിടെ ഒരുപാട് ഹോം സ്റ്റേ ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ഗസ്റ്റ് ഹൗസ് ഉണ്ട്. അപ്പം ഗവൺമെന്റിന്റെ സ്റ്റാഫുകൾ ആരെങ്കിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ട് ഒക്കെ കിട്ടും. ഇപ്പം നമ്മളുടെ ചുറ്റുമുള്ള കാഴ്ചകൾ മൊത്തത്തിൽ മാറി. കൂടുതലും പൈൻ മരങ്ങൾ തന്നെയാണ്. പൈൻ മരങ്ങൾ ഏതാണ്ട് 90% പൈൻ മരങ്ങൾ, വലിയ പൈൻ മരങ്ങളൊക്കെ നമുക്ക് കാണാം. ഇനി 18 കിലോമീറ്ററും കൂടെയാണ് കിബിത്തുവിലേക്കുള്ള ദൂരം. അതായത് 18-20 കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ അയൽ രാജ്യത്ത് എത്തും. SMS ഒന്ന് കാണിച്ചേ. വെൽക്കം ടു ചൈന, യുവർ ടി മൊബൈൽ പ്ലാൻ ഗിവ് യു അൺലിമിറ്റഡ് ഡേറ്റ അറ്റ് അപ് ടു 2 GB സ്പീഡ് ആൻഡ് ടെക്സ്റ്റ്. ഉണ്ടോ, നമ്മൾ ചൈനയെ കയറിയെന്നാണ് പറയുന്നത്. ചൈനയുടെ മെസ്സേജ് വന്ന്. അതെ, ഇനിയിപ്പം 10 കിലോമീറ്ററും കൂടെ ഉണ്ട് കിബിത്തുവിലേക്ക്. എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഒരു ചെറിയ ഗ്രാമം, വീടിന്റെ മുകളിൽ മത്തങ്ങയൊക്കെ വെച്ചിട്ടുണ്ട്. ഗ്രാമം ബിയാറോടെ ഒരു ചെറിയ കണ്ടിട്ട് തോന്നുന്നല്ലേ? അതെ. ഈ ഒരു വൈ ജംഗ്ഷൻ കണ്ടോ, ഇതിൽ ലെഫ്റ്റ് പോകുന്നതാണ് കിബിത്തുവിലോട്ട്, റൈറ്റ് പോകുന്നത് ഡിച്ചു, കഹോ അങ്ങനെ സ്ഥലങ്ങള്. നമുക്ക് ഇപ്പം നമ്മൾ റൈറ്റിലോട്ടാണ് പോകുന്നത്. നമുക്ക് ഇപ്പം 2:54, 3 മണിയായി. ഒരു അരമണിക്കൂറും കൂടെ ഒക്കെ നമുക്ക് വെട്ടം ഉണ്ടാവുള്ളൂ. ഈസ്റ്റേൺ മോസ്റ്റ് റോഡ് ഓഫ് ഇന്ത്യ. ഇതിനപ്പുറത്തോട്ട് ഇന്ത്യക്ക് ഒരു റോഡില്ല. നമ്മൾ പോകുന്ന ഈസ്റ്റേൺ മോസ്റ്റ് ബോർഡറും കൂടെയാണ് കേട്ടോ ഇപ്പൊ പോകുന്നത്. അപ്പം ഇതാണ് കിബിത്തുവാണ് ഈസ്റ്റേൺ മോസ്റ്റ് ബോർഡർ ആയിട്ട് അറിയപ്പെടുന്നതെങ്കിൽ കിബിത്തു വലിയൊരു സ്ഥലമാണ്. നമ്മൾ കഹോ കിഴക്കേ അറ്റത്ത് ഇതിനപ്പുറത്തോട്ടിന് സ്ഥലമില്ല. അതായത് നമ്മള് കന്യാകുമാരിയിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാശ്മീരിലേക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഒരാൾക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ദൂരം എന്ന് പറയുന്നത് കന്യാകുമാരിയുടെ അങ്ങേറ്റത്ത് നിന്ന് നമ്മൾ ഈ പോകുന്ന സ്ഥലത്തേക്കാണ്. അപ്പുറത്തോട്ട് ഇന്ത്യയിൽ നമ്മളിപ്പോ കാശ്മീരിലൊക്കെ വരുന്നതിനേക്കാളും ദൂരക്കുറവാണ്. അതെ, 3000 കിലോമീറ്റർ വരുന്നുള്ളൂ. ഇത് ഏതാണ്ട് 4500 കിലോമീറ്ററോളം വരും. അതാണ് ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങി ഐശ്വര്യമായിട്ട് നമ്മുടെ യാത്രയുടെ ഒരു മൈൽ സ്റ്റോൺ തന്നെയാണ് ഇപ്പൊ നമ്മൾ പോകുന്ന കഹോ എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ ഒരു പാലമുണ്ട്, ആ പാലം പോയി. ഇനി വേറൊരു വഴിയുണ്ട്, വേറെ പുതിയ പാലം വന്നിട്ടുണ്ട്, ആ വഴിക്കാണ്. അപ്പം ഇവരുടെ പുറകെ വരാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഇവരുടെ പുറകെ പോവാം. നമ്മളങ്ങനെ ലോഹിത് റിവറിനെ മുറിച്ചു കിടക്കുകയാണ്.
ഒരു കിടുക്കാച്ചി തൂക്കുപാലം. ആ കിടുക്കില്ല ഇപ്പം. ടൈറ്റാ പോയിട്ട് പോകാം. തടിയലുള്ള സെറ്റപ്പ് ആട്ടോ. ആ തടിയും ഇരുമ്പും നട്ടും ബോൾട്ടും റിവിറ്റും വെച്ചുള്ള പരിപാടിയാ. നല്ല വീതിക്കാണ്. അതെ അതെ. പിന്നെ ടയർ ഇവിടെ അതായത് തടിയേ ഈവൻ പലകയല്ല പറയുന്നത്. അതിന്റെ മുട്ടും മുഴയൊക്കെ പൊങ്ങി നിപ്പുണ്ട് തടിയല്. മരത്തിന്റെ ആണി പൊങ്ങിയ ആണിയല്ല മരത്തിന്റെ ആണിയില്ലെങ്കിൽ ഭാഗ്യം. നമ്മുടെ ലോഹിത് റിവർ കണ്ടോ? അതെ ഒഴുകി വരുന്നുണ്ട്. നമ്മളങ്ങനെ മറുപുറത്തെത്തി. നമ്മളിപ്പം ലോഹിത് റിവറിന്റെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ പോകുന്നതെന്ന് പറഞ്ഞല്ലോ. നല്ല കിടുക്കാച്ചി പാറയൊക്കെ വെട്ടി തുറന്നുണ്ടാക്കിയ വഴിയും ഒരു സൈഡിൽ നമ്മളിപ്പം ഉള്ളത് നമുക്ക് അതായത് ഒരു ഇന്ത്യൻ സിവിലിയന് വരാൻ പറ്റുന്ന അങ്ങേയറ്റത്തുനിന്ന് നമ്മൾ തിരിച്ചു പോവുകയാണ്. അതായത് ഈ പാലത്തിന്റെ താമസം എന്ന് പറഞ്ഞാൽ ഈ പാലത്തിന്റെ അപ്പുറത്ത് വരെ ഉള്ളൂ. അവർ ഇതിനിപ്പുറത്തോട്ടില്ല. ഇതിനപ്പുറത്ത് ഇനി നമ്മുടെ പട്ടാളക്കാർ മാത്രമേ ഉള്ളൂ. അവിടെ ഒരു മലയുടെ ഒരു റിഡ്ജ് ഉണ്ട്. അതിനപ്പുറം ചൈനയാണ്. പക്ഷെ നമുക്ക് ആ ഒരു ഭാഗത്ത് ക്യാമറ തൊട്ട് താഴെ ഒരു ചുമന്ന ഒരു സംഭവം കാണുന്നത്. അവിടെയാണ് എല്ലാ മാസവും ചൈനയുടെ പട്ടാളക്കാർ നമ്മുടെ പട്ടാളക്കാരോട് മീറ്റിംഗും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവിടെ വരും. നമ്മളിപ്പോൾ വേറെ സ്ഥലത്തോട്ട് പോകും. മേളിൽ ഒരു ബൈനോക്കുലർ ഉണ്ട്. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അപ്പുറത്ത് ചൈനയിലെ ഗ്രാമങ്ങളും അവിടുത്തെ അവരുടെ പട്ടാളക്കാരൊക്കെ കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് എവിടെയാണെന്നൊന്ന് നോക്കി പോവാണ്. നമ്മളിപ്പോഴും കഹോ ഗ്രാമത്തിൽ തന്നെയാണുള്ളത്. ചൈനയുടെ ബോർഡറിൽ അവിടെ താഴോട്ട് കണ്ട അവിടെ ഒരു ചുമന്ന പുട്ട് കാണിക്കാൻ പറ്റുന്നില്ല, കാണത്തില്ല ഇവിടുന്ന്. ഇന്ത്യ ചൈനയുടെ മീറ്റിംഗ് പ്ലേസ് എന്ന് പറയുന്നതാണ്. അപ്പുറത്തെ എടുത്ത് നമുക്ക് നാളെ കാണിച്ചു തരാൻ പറ്റുന്നതല്ല. അതുപോലെ നമ്മൾ ബൈനോക്കുലറിന്റെ കാര്യം പറഞ്ഞു, നൈസായിട്ട് പാളി. അതെ അതെ അതെ. സുരക്ഷാ കാരണങ്ങളാണ് മെയിനായിട്ട് കേട്ടോ. അത് നമ്മൾ അതുകൊണ്ട് മസിൽ പിടിക്കാൻ നിൽക്കാഞ്ഞത്. അല്ലെങ്കിൽ നമ്മൾ ചോദിക്കാൻ നിന്നില്ല. നമുക്ക് മനസ്സിലായി ഒരു കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി. ഇത് നമ്മുടെയും ഒക്കെ അല്ലേ സുരക്ഷ. നമ്മൾ പട്ടാളം പറയുന്നതിനെ നമ്മൾ മാനിക്കും. 100% മാനിക്കും. അപ്പം ഇത് ഇന്നലത്തെ നമ്മുടെ മട്ടൻ കറി പിങ്കൻ, അതുപോലെ തന്നെ ചോറ് വെച്ചിട്ടുണ്ട്. ഇവിടെ വേറൊരുത്തൻ ഇങ്ങനെ നോക്കി ആകാംക്ഷയോടെ എല്ലും കഷ്ണവും നോക്കി ഇരിപ്പുണ്ട്. തരാം, നിനക്ക് തന്നിട്ടേ ഞങ്ങൾ കഴിക്കത്തുള്ളൂ കേട്ടോ. നിങ്ങളാണ്ട് ആ മുഖത്തോട്ടൊന്ന് നോക്കിയിട്ടാ. ഇത് കണ്ടോ, ആ കാണുന്നതിനെയാണ് നമ്മൾ പ്രതീക്ഷ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ പ്രതീക്ഷ എന്നൊക്കെ പറയും. നമ്മൾ എന്തൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാവം കാണണമെങ്കിൽ ആ ജീവിതം ഒന്ന് ക്ലോസപ്പിൽ കാണിച്ചു തരാം കൂടെ. ഓക്കെ, ഇത് കണ്ടോ, അതിനെയാണ് പ്രതീക്ഷ എന്നൊക്കെ പറയുന്നത്. മട്ടൻ്റെ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ന്യായമായിട്ട് അവന് കൊടുക്കുന്നുണ്ട്. അവൻ ഇരിക്കുന്നുണ്ടോ ചക്കക്കുരു പോലെ ഉരുണ്ട്. ഞങ്ങൾ ചെറുതായിട്ട് നമ്മൾ ഫുഡ് അടിച്ചുകൊണ്ട് ഇതാണ്ടത് നമ്മൾ മട്ടൺ ചെറുതായിട്ടൊന്ന് വരട്ടിയെടുത്തു. ചോറും ഇതാണ്ടതേ സെറ്റാണ് അടിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനും ഇവിടെ ഉണ്ട്. ഞാൻ ഒരു ശകലം വണ്ണം കൂടുതൽ വെച്ച്, അപ്പോൾ അത് കാരണം ശകലം ചോറൊക്കെ കാർബ്സൊക്കെ ഒന്ന് ഒഴിവാക്കി ചെറിയ ഡയറ്റിങ്ങിലേക്ക് കയറാനുള്ള ഒരു പ്ലാനാണ്. അപ്പോൾ അത് കാരണം ചോറും ഇറച്ചി മാത്രം, ചോറ്, മധുരം അല്ലെങ്കിൽ അങ്ങനെയുള്ള ബ്രെഡ്, കാർബ്സ് ഒന്ന് ഒഴിവാക്കാനുള്ള ചെറിയ പ്ലാനാണ്. അപ്പം ബാക്കി നമുക്കിനിയുള്ള വിശേഷങ്ങൾ മുന്നോട്ട് കാണാം നമുക്ക്.